Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് ഇട്ട ആദ്യത്തെ മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നിങ്ങൾക്ക് ആദ്യം വരുന്ന മൊഡ്യൂളാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. സോ ഇതിൽ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോത്ത് തിയറീസ് ആൻഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ അതിലത്തെ തിയറീസും പ്രോബ്ലംസും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ തിയറീസ് ഞാനിപ്പോൾ ഇതിൽ പറയാം. ദെൻ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് റിട്ടേൺ ആൻഡ് റിസ്ക് എന്നുള്ളതാണ് പ്രോബ്ലം. സോ ഈ ചാപ്റ്റർ നിങ്ങളുടെ ബികോം 6th സെമ്മിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സബ്ജക്റ്റിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർ പഠിച്ചതാണ്. സോ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കാം. ഓക്കെ, സോ റിട്ടേൺ റിസ്ക് ആസ് വെൽ ആസ് ആദ്യത്തെ പ്രോബ്ലം എല്ലാം. ആദ്യത്തെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. അതിലത്തെ സെയിം കൺസെപ്റ്റും സെയിം പ്രോബ്ലവും ആണ് നിങ്ങൾക്ക് ഇതിലും വരുന്നത്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് വാല്യൂനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഷാർപ്പ്, ഇൻവെസ്റ്റ്മെന്റ് ഇസ് സാക്രിഫൈസ് ഓഫ് സർട്ടൻ പ്രസന്റ് വാല്യൂ ഫോർ സം അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റീസിലായിരിക്കും, ലൈക്ക് ഇക്വിറ്റീസ്, ദെൻ പ്രിഫറൻസ് ഷെയർസ്, ദെൻ അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ദെൻ മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ സേവിങ്സ് ഡെപ്പോസിറ്റ്സ്, ദെൻ അതേപോലെ തന്നെ മറ്റുള്ള പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് റിട്ടേൺ ആണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് തന്നെ ഒരു റിട്ടേൺ, ഒരു ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ടാണ്. ആ ഫ്യൂച്ചർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതാണ് ആദ്യം വരുന്നത്. ഒരു റിട്ടേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ദെൻ റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിനെ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. സോ ഈ റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹൈ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് വരുന്ന ഒരു സെക്യൂരിറ്റീസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഹൈ റിട്ടേണും ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേണും ആണ്. ഓക്കെ, ഇതാണ് ഈ രണ്ട് കൺസെപ്റ്റും വരുന്നത്. ദെൻ സേഫ്റ്റി ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബാങ്ക് ഡെപ്പോസിറ്റിൽ ഒരു 5 lakh ഇടുന്നതിനും അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും രണ്ടും രണ്ടാണ്. നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റിലോട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല. ഓക്കെ, അതൊരു പോയിന്റ് പറയുന്നുണ്ട്, ടാക്സ് എക്സംഷൻ എന്നുള്ളതൊക്കെ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ ടാക്സ് എക്സംഷൻ കൂടി കിട്ടുന്നതായിരിക്കും. ദെൻ ഗ്രോത്ത് ആണ്. നമ്മൾ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സേഫ്റ്റി കൂടിയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇനി നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വരുന്ന സമയത്ത് അത് നമ്മൾക്കൊരു ഗ്രോത്ത് എന്നുള്ളതിലോട്ട് കൂടി നമുക്ക് എടുത്തോണ്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഗോൾഡിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന്റെ വാല്യൂ ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്തു പോവാണ് അല്ലെ. സോ ഇന്ന് 10 രൂപയ്ക്ക് നമ്മൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ലൈക്ക് ഗോൾഡ് ഒരു 10,000 റുപ്പീസിന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 1 lakh or 2 lakh എന്നുള്ള രീതിയിലോട്ടായിരിക്കും. ഓക്കെ, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടാണ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്ങിലോ എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്യാഷിലൂടെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ബിൽഡിങ്ങോ എന്താണെങ്കിലും അതൊരു ക്യാഷ് എന്നുള്ളതിലൂടെയാണ് നമുക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾക്കൊരു ലിക്വിഡിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം ലിക്വിഡിറ്റി ഉള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫിക്സഡ് അസറ്റ്സ് ആണ്. നമുക്ക് കറണ്ട് അസറ്റ്സിനാണല്ലോ കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. ഫിക്സഡ് അസറ്റ്സിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലിക്വിഡിറ്റി കുറവാണ്. അതേപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൽ ലിക്വിഡിറ്റി കൂടുതലാണ്. പക്ഷെ ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ദിവസം ആകും വിറ്റ് അങ്ങോട്ട് പോകാൻ. അതേപോലെ തന്നെ ഈ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലിക്വിഡിറ്റി. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ആണ്. ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു മിനിമം പ്രൊസീജിയറും അതേപോലെ തന്നെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം നമ്മൾ
നമ്മൾക്ക് ഇതിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത്രത്തോളം വരുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും അല്ല ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. അത്രത്തോളം ട്രാൻസ്ഫറബിലിറ്റി ഉള്ള കാര്യമല്ല, എന്നാലും ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൂടിയാണ്. ഓക്കെ, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൂടിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് റിട്ടേൺ ഫ്യൂച്ചറിലോട്ട് കിട്ടുമല്ലോ, അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ടാകുമല്ലോ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആണ്, അതായത് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ബേസിസിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇൻഫ്ലേഷന്റെ ബേസിസിൽ ഹെഡ്ജിങ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ എസ്റ്റീം ആൻഡ് നീഡ്സ്, നമ്മുടെ സോഷ്യൽ എസ്റ്റീംസും നീഡ്സും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഫ്യൂച്ചറിലോട്ട് വരുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, ദെൻ അതേപോലെ തന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ സെയിം പോയിന്റ് തന്നെയാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ഫീച്ചേഴ്സ് പറയാണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ആ റിട്ടേൺ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രം പറയാം. എക്സ്പെക്ടഡ് റിട്ടേൺ, ദെൻ റിസ്ക്, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ഇൻകം എന്നുള്ളതിന്റെ ബേസിസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, ഇൻകം എന്തായാലും നമുക്ക് കിട്ടും, അതിന്റെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിംഗ് പവർ. അതായത് സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിംഗ് പവർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ നമ്മളുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഏർണിങ്സ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ഓർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കറന്റ് ഫണ്ട്സും അതേപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂച്ചർ ഫണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പർച്ചേസിംഗ് പവർ എന്നുള്ള ഒരു രീതിയിലോട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ പർച്ചേസിംഗ് പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടഡ് പ്രൈസ് ലെവൽ ഇൻഫ്ലേഷന്റെ ബേസിസിലായിരിക്കും ഈ സ്റ്റെബിലിറ്റി ഓഫ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. ദെൻ ലീഗാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ലോ എന്നുള്ളതിന്റെ ബേസിസിൽ കൂടി പോവേണ്ടത് കൂടിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇല്ലീഗൽ സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇല്ലീഗൽ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ലീഗൽ പ്രഷേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ടാക്സ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ നീഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്, ലൈക്ക് ഇൻകം, റിസ്ക് ഫാക്ടർ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ക്രിയേഷൻ ഓഫ് വെൽത്ത്, അച്ചീവിംഗ് ഫിനാൻഷ്യൽ ഗോൾസ്, ദെൻ ഹൈ റെഗുലേറ്റഡ് മാർക്കറ്റ്, ടാക്സ് അഡ്വാൻറ്റേജസ്, കൊളാട്രൽ, അതായത് സെക്യൂരിറ്റീസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, അതായത് ട്രാൻസ്ഫറബിലിറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു അത്രത്തോളം ട്രാൻസ്ഫറബിലിറ്റി ഇല്ല, ലിമിറ്റഡ് ആയിട്ട് ഒരു ട്രാൻസ്ഫറബിലിറ്റി ആണ് എന്ന് പറഞ്ഞു. അതാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ നീഡ്സ് ആൻഡ് ബെനിഫിറ്റ്സിൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അസറ്റ്സ് ക്ലാസസ് എന്ന് പറയുന്നത്. അസറ്റ്സ് ക്ലാസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അസറ്റ്സ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് വന്നിട്ട് ബോണ്ട് ഓർ ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബോണ്ടിനെ നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ബോണ്ട് വന്നിട്ട് ഗവൺമെന്റ് ഫേംസ് ഓർ ഗവൺമെന്റ് ആണ് ഈ ബോണ്ട്സ് എന്നുള്ളത് തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഡിബഞ്ചേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബോണ്ടിൽ റിസ്ക്കും കുറവാണ്, അതേപോലെ തന്നെ റിട്ടേണും കുറവാണ്. ഓക്കെ, ഇതാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇക്വിറ്റി ആണ്. മറ്റുള്ള എല്ലാ സെക്യൂരിറ്റീസിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇക്വിറ്റിയിൽ വന്നിട്ട് ഹൈലി റിസ്ക് ആണ്, ഹൈ റിട്ടേണും കിട്ടുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണ്. അതേപോലെ തന്നെ അവർക്ക് വന്നിട്ട് റിട്ടേൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ദെൻ ലാസ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത് റിട്ടേൺ എന്ന് പറയുന്നതിന്. ഓക്കെ, അത് ആ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ BSE, NSE എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലോട്ട്സ്, അതേപോലെ തന്നെ ബിൽഡിങ്സ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, വിലാസ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമോഡിറ്റീസ് ആണ്. കമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സ്, പെട്രോളിയം ഇങ്ങനെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് ഈ കമോഡിറ്റീസിലാണ്. ഈ ഗോൾഡും സിൽവറും ഒഴികെ മറ്റുള്ളതിലോട്ടൊക്കെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഒരു കമോഡിറ്റീസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് അത്രത്തോളം ഒരു പോകുന്നതല്ല, ജസ്റ്റ് ഷോർട്ട് ടേം ആയിട്ട് വരുന്നതാണ്. ഗോൾഡും സിൽവർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഇതിൽ വന്നിട്ട് പ്രൈസ് വന്നിട്ട് പെട്ടെന്ന് ഇൻക്രീസ് ആവാനുള്ള ഒരു സാധ്യത കൂടിയതാണ് ഈ കമോഡിറ്റിയിൽ തന്നെ ഗോൾഡും സിൽവറും. ദെൻ നെക്സ്റ്റ് വരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈലി ലിക്വിഡ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ലെസ് ദാൻ 1 ഇയറിലോട്ട് വരുന്നതാണ്. ലൈക്ക്
T-bill, അതേപോലെ തന്നെ കമേഴ്ഷ്യൽ പേപ്പർ, കമേഴ്ഷ്യൽ ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. ദെൻ വരുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈങ് അസറ്റ്സിന്റെ ബേസിസിലാണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ. ദെൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനെക്കാട്ടിലും കൂടുതലായിട്ടൊരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊന്നിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹ്യൂജ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് വന്നിട്ട് ഹൈലി ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെയിം ടൈമിൽ ഒന്ന് ഇല്ലിക്വിഡ് ആണെങ്കിലും ഇന്നൊന്ന് ലിക്വിഡ് ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആദ്യം വരുന്നത്. റിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, പ്രീഷ്യസ് സ്റ്റോൺസ്, കോയിൻസ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ റിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിലാദ്യം വരുന്നതാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നിൽ തന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ കമോഡിറ്റീസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബുല്യൻസ് ആണ്. ബുല്യൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ സിൽവർ, പ്ലാറ്റിനം എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് ഷോർട്ട് ഓർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആകാം. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടേമിന്റെ ബേസിസിലായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷെ ബുല്യന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ബുല്യൻ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, അതാണ് ഈ ബുല്യൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആർട്ട്. ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ ഇല്ലേ, ആ പെയിന്റിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല, പക്ഷെ കുറച്ച് നമ്മളുടെ ഈ ഫോറിൻ നേഷൻസ് ഒക്കെ നമ്മൾ പോവാണെങ്കിൽ ആർട്സിന് തന്നെ നല്ല വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പെയിന്റിംഗ് ലൈക്ക് ഇപ്പൊ മൊനാലിസയുടെ പെയിന്റിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു റേറ്റ് ആണ് അല്ലെ. അതാണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ റിയൽ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ രണ്ടാമത്തത് വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി ട്രേഡബിൾ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ ബോണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. സോ ഇതിലാദ്യം വരുന്നതാണ് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് മെച്യൂരിറ്റിയും അതിനുണ്ടാകും. ലോ റിസ്ക്കും ഹൈ റിസ്ക്കും ഉണ്ടാകും. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മെച്യൂരിറ്റി പീരീഡിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ഗവൺമെന്റ് ബോണ്ട്സ്, T-bill, കോർപ്പറേറ്റ് ബോണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ഇക്വിറ്റീസ് ആണ്. ഇക്വിറ്റീസിന്റെ കാര്യം നമ്മൾ ഇതിന് മുന്നിൽ പറഞ്ഞതാണ്. ദെൻ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ പൂളിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഡസ് നോട്ട് ഡയറക്ട്ലി വോണ്ട് ടു ഇൻവെസ്റ്റ് ദ മാർക്കറ്റ്. ഓക്കെ, അവർക്ക് ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, മാർക്കറ്റിലോട്ട് ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തവർ വന്നിട്ട് ഈ മ്യൂച്വൽ ഫണ്ട്സിലൂടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു കാര്യം മറ്റുള്ള ആൾക്കാരോട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സ്റ്റാഫ്സ് വന്നിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ലീഗൽ ഫോർമാറ്റ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളുടെ ലൈഫ് പോളിസീസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്. സോ ഇത്രയാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നതാണ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ലൈക്ക് സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ആയിട്ടോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്, പക്ഷെ നമ്മളുടെ ആ പൈസയ്ക്ക് വന്നിട്ട് അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾക്ക് ഇടുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടൊരു റിട്ടേൺ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പീരിയോഡിക്കലി റിട്ടേൺ കിട്ടുന്നതാണ്. ലൈക്ക് 3 months ഓൺസ് അല്ലെങ്കിൽ 6 months ഓൺസ് അല്ലെങ്കിൽ 1 year ഓൺസ് അങ്ങനെ കിട്ടുന്നതാണ് ഈ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മെച്യൂരിറ്റി പീരീഡ് വരുന്ന സമയത്തായിരിക്കും റീപേയബിൾ ചെയ്യുന്നത്. ദെൻ വരുന്നത് ഷെയർസ് ആണ്. ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലോ, അതായത് ഒരു ഓണർഷിപ്പ് എന്നുള്ളതൊരു രീതിയിലോട്ട് കിട്ടുന്നതാണ് ഈ ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ നമ്മൾ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിലാണ് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് മൂന്നാമത്. ദെൻ നാലാമത് വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യം നമ്മൾ ഇതിന് മുന്നിൽ തന്നെ പറഞ്ഞതാണ്. മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ക്യാപിറ്റൽ ആസ് വെൽ ആസ് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ ട്രസ്റ്റീസ് ഒക്കെയാണ്.
ഇപ്പൊ കമ്പനീസ് ഒക്കെ നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ ട്രസ്റ്റീസുകൾ അവർക്ക് ഉണ്ടാകും. ആ ട്രസ്റ്റീസിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ വന്നിട്ട് അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി, ദെൻ ഡൊമസ്റ്റിക് പ്രോപ്പർട്ടി, ദെൻ നെക്സ്റ്റ് വന്നിട്ട് കമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ഇത് മൂന്നിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത് വന്നിട്ട് ഹൈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നതാണ്, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ലോ ആണ്. ഓക്കെ, ദെൻ വരുന്നതാണ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് നമ്മൾ ഇതിനു മുന്നിൽ പറഞ്ഞത് തന്നെയാണ്. കമോഡിറ്റീസും നമ്മൾ ഇതിനു മുന്നിൽ പറഞ്ഞതാണ്. ദെൻ ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റീസ് ആണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾസിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഓരോ, അതായത് മന്ത്ലി നമ്മൾ എമൗണ്ട് അടയ്ക്കുന്നതായിരിക്കും, മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ ഡെത്ത് ആവുകയാണെങ്കിൽ ഒരു സെർട്ടൈൻ ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ ഫുൾ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ വരുന്നതാണ് ആന്യൂട്ടീസ് എന്ന് പറയുന്നത്. ആന്യൂട്ടീസ് എന്ന് പറയുന്ന സമയത്ത് ഇൻഷുറൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ആന്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ലംസം പേയ്മെന്റ്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസിനെക്കാളും കുറച്ചുകൂടി ഒരു ലംസം പേയ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഏകദേശം ലൈഫ് ഇൻഷുറൻസും ആന്യൂട്ടീസ് വന്നിട്ട് ഏകദേശം കമ്പയർ ആണ്. പക്ഷെ വന്നിട്ട് ഒരു സെർട്ടൈൻ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. ലൈഫ് ഇൻഷുറൻസിന് വെച്ച് നോക്കുന്ന സമയത്ത് സെർട്ടൈൻ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതായിരിക്കും. അതേപോലെ തന്നെ ഒരു ലംസം പേയ്മെന്റ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പോസ്റ്റ് ഓഫീസ് സ്കീംസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് സ്കീംസിൽ തന്നെ നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ്സ് പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടും റിക്കറിംഗ് അക്കൗണ്ടും അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ്സ് നമ്മൾക്ക് ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ മുന്നിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ദെൻ അതേപോലെ തന്നെ ബെനിഫിറ്റ്സിൽ വരുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുന്നത്. ഒന്ന് വന്നിട്ട് റിട്ടേൺ, ദെൻ ഫോംസ് ഓഫ് റിട്ടേൺ ആണ്. അതായത് എങ്ങനത്തെയൊക്കെ രീതിയിലുള്ള റിട്ടേൺ ആണ് എന്നുള്ളത്, ഇൻട്രസ്റ്റ് ആണോ, ഡിവിഡൻഡ് ആണോ, അതേപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളതെങ്കിൽ പീരിയോഡിക് ക്യാഷ് അല്ലെങ്കിൽ പീരിയോഡിക് ഇൻവെസ്റ്റ്മെന്റിലൂടെ വരുന്ന റിട്ടേൺ ആണോ, ഏതാണ് എഫക്ട് ചെയ്യണേ എന്നുള്ളതാണ് ഫോംസിൽ വരുന്നത്. ദെൻ റിസ്ക് അപ്പൻഡീസ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. ചിലർ വന്നിട്ട് ടാക്സ് എക്സംഷന് വേണ്ടി ചെയ്യായിരിക്കും, ചിലർ വന്നിട്ട് ഒരു ഫ്യൂച്ചറിലോട്ടുള്ള റിട്ടേൺ വേണ്ടി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അമൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, സേഫ്റ്റി, ലിക്വിഡിറ്റി, ടാക്സ് കൺസിഡറേഷൻ, ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ്, ദെൻ ഇൻവെസ്റ്റബിൾ സർപ്ലസ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ്, ദെൻ പാസ്റ്റ് മാർക്കറ്റ് ട്രെൻഡ്സ്. ഓക്കെ, ഇത്രയാണ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.